ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലപ്പീടിക ജനകീയ സമരസമിതി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചത് UDF RSS ബന്ധത്തിന്റെ വിളംബരമെന്ന് നാഷണൽ ലീഗ്. സാമൂഹ്യ പ്രതിബദ്ധതയും അർപ്പണബോധവുമുള്ള സംഘടനയാണ് KSSPU എന്ന മേയർ O സദാശിവൻ. ക്ഷേത്രഭരണം രാഷ്ട്രീയ മുക്തമാക്കി ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലപ്പീടിക ജനകീയ സമരസമിതി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് സർക്കാർ തീരുമാനത്തെ ജനങ്ങൾ എതിരേറ്റത്. കേരളത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും സാമൂഹിക ചർച്ചകൾക്കും വഴിയൊരുക്കിയ പദ്ധതിയാണ് കേരയിൽ പദ്ധതി. പദ്ധതിക്കായി ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തി അശാസ്ത്രീയമായി നടപ്പാക്കിയ ഭൂമി ഏറ്റെടുക്കലാണ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നതിനെതിരെ കേരയിൽ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തെത്തി. സർവേ ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിൽ സംഘർഷങ്ങളും അറസ്റ്റുകളും നടന്നു. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് കാട്ടിലപ്പീടികയിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരമുഖം തുറന്നത്. ജനങ്ങൾ ദിവസങ്ങളോളം നിരാഹാര സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കൽ നടപ്പിലാക്കിയതോടെ ജനങ്ങൾ ആഹ്ലാദത്തിമർപ്പിലായി. മഞ്ഞക്കുറ്റികൾ മാറ്റാനും സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കാനുമുള്ള സർക്കാർ ഉത്തരവിനെ നിറഞ്ഞ സന്തോഷത്തോടെ പ്രദേശവാസികൾ എതിരേറ്റു. മധുരം വിതരണം ചെയ്തും പരസ്പരം ആശ്ലേഷിച്ചും അവർ സന്തോഷം പങ്കിട്ടു. സിൽവർ ലൈൻ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുണ്ടുങ്ങൽ പ്രദേശത്ത് കല്ലായിപ്പുഴ തീരത്ത് പദ്ധതിക്ക് റീത്ത് സമർപ്പണവും മധുരപലഹാര വിതരണവും നടന്നു. കേരളത്തിൽ സിൽവർ ലൈൻ കുറ്റി സ്ഥാപിക്കുന്നതിൽ ആദ്യമായി ശക്തമായ പ്രതിഷേധമുണ്ടായത് കല്ലായി പുഴയോരത്തായിരുന്നു. കോർഡിനേറ്റർ ഫൈസൽ പള്ളിക്കണ്ടി പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചത് UDF RSS ബന്ധത്തിന്റെ വിളംബരമെന്ന നാഷണൽ ലീഗ്. കോഴിക്കോട്ട് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ക്യാമ്പയിൻ നടത്താനും തീരുമാനിച്ചു. വന്ദേ മാതരം മുഴുവനായി ആലപിച്ചുകൊണ്ടുള്ള ഈ അരങ്ങേറ്റം അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് നാഷണൽ ലീഗ് നിരീക്ഷിക്കുകയാണ്, സംശയിക്കുകയാണ്. കാരണം വന്ദേമാതര ആലാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താക്കൾ രംഗപ്രവേശം ചെയ്തു. ഈ സംഭവം RSSുമായുള്ള UDFന്റെ ബാന്ധവത്തിൻ്റെ ഒരു വിളംബരം ആയി ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. അപ്രകാരമാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരത്തിലെ വിവാദ വരികൾ ഉൾപ്പെടുത്തി ആലപിച്ചത് UDF RSS ബന്ധത്തിന്റെ വിളംബരമാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന കൗൺസിലിൽ അഭിപ്രായപ്പെട്ടു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട്. വർഗീയ രാഷ്ട്രീയത്തിന്റെ മാരക വിപത്തിനെതിരെ നാഷണൽ ലീഗ് ക്യാമ്പയിൻ നടത്താനും സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് പാർട്ടി ഭാവി കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CP നാസർ കോയ തങ്ങൾ, സംസ്ഥാന സെക്രട്ടറി ജലീൽ പുനലൂർ, സയ്യിദ് ഷബീൽ ഹൈദ്രോസി തങ്ങൾ, OK തങ്ങൾ തുടങ്ങിയവരും സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമൂഹ്യ പ്രതിബദ്ധതയും അർപ്പണബോധവുമുള്ള സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് മേയർ ഒ സദാശിവൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയും അർപ്പണബോധവുമുള്ള സംഘടനയാണ് KSSPU എന്ന് മേയർ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് അധ്യക്ഷനായിരുന്നു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, R രഘുനാഥൻ നായർ, C അപ്പുകുട്ടി എന്നിവർ സംസാരിച്ചു. സംഘടനയിലെ അംഗവും സമരനായികയുമായ EN ദേവകിയമ്മയെ രക്ഷാധികാരി N സദാശിവൻ നായർ ആദരിച്ചു. PK പ്രകാശിനി ഭരണഘടനയുടെ ആമുഖം വായിച്ചു. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ AP ജോസ് അധ്യക്ഷനായിരുന്നു. CG താരാനാഥൻ നായർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. R രഘുനാഥൻ നായർ, K സദാശിവൻ നായർ എന്നിവരും സംസാരിച്ചു. ബഹുമാനപ്പെട്ട ശ്രീ ഒ സദാശിവൻ സാർ, ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയറാണ്. അദ്ദേഹത്തിന് ഞാൻ ഞങ്ങളുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. സംസ്ഥാന ഭാരവാഹികളായി AP ജോസ്, K സദാശിവൻ നായർ, K മോഹൻകുമാർ, മേഴ്സിക്കുട്ടി ജോർജ്, M പ്രഭാകരൻ നായർ, P കുഞ്ഞമ്മു നായർ, AD ദേവസ്യ, A ഉമൈബ VV, CG താരാനാഥൻ, C അപ്പുകുട്ടി, K മോഹനൻ, LP കോമളം, K സമ്പത് കുമാർ, E മുകുന്ദൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷേത്രഭരണം രാഷ്ട്രീയമുക്തമാക്കി ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ വിവരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിലെ ക്ഷേത്രങ്ങള് ഭക്തജനങ്ങള് ഭരിക്കണം എന്നുള്ളതാണ്. ഭക്തന്മാരുടെ കയ്യിൽ ക്ഷേത്രം എത്തണം. ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ദേവസ്വം ഭരണ സംവിധാനമൊക്കെ നമ്മൾ അടുത്ത കാലത്തായി ശബരിമലയോ അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തായി കൂടുതൽ ഭക്തജനങ്ങളെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60ാം സംസ്ഥാന സമ്മേളനം മെയ് 22 മുതൽ 24 വരെ സുഖതീന്ദ്ര കലാമന്ദിറിലെ മാധവ്ജി നഗറിൽ നടക്കും. മെയ് 22-ന് സംസ്ഥാന നേതൃയോഗം ആധ്യാത്മികാചാര്യൻ AKB നായർ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം കോഴിക്കോട് മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി വിവേകാമൃതാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര സമന്വയ സഭയിൽ സംസ്ഥാന ഉപാധ്യക്ഷ പത്മാവതി അമ്മ അധ്യക്ഷയാകും. ദേവസ്വം അക്കൗണ്ട് സംവിധാനം, ദേവസ്വം പ്രവർത്തനം എന്നിവയെക്കുറിച്ച് പ്രമുഖർ സംസാരിക്കും. മാതൃസമ്മേളനം ഒളിമ്പ്യൻ PT ഉഷ MP ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രങ്ങൾ സാമൂഹിക പരിവർത്തന കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് A ഗോപാലകൃഷ്ണൻ സംസാരിക്കും. മെയ് 24-ന് രാവിലെ നടക്കുന്ന മാധവ്ജി 100ാം ജന്മദിനാഘോഷവും സമിതിയുടെ 60ാം വാർഷിക സമ്മേളനവും മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും. മാധവ്ജി പുരസ്കാരം ശ്രേഷ്ഠാചാര്യസഭ ആചാര്യൻ MT വിശ്വനാഥന് സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, S പ്രമോദ് കുമാർ, ജില്ലാ സെക്രട്ടറി N സേതുമാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് MM സ്കൂളിലെ സ്കൂൾ ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയായ വേവ്സ് സാഹിത്യ നഗരിക്ക് മാറ്റേകാൻ ലൈബ്രറി പദ്ധതികളുമായി പ്രയാണം തുടരുന്നു.
ഫ്രീ ബേർഡ്സ് ഷെൽട്ടർ ഹോം ഫോർ ബോയ്സിലെ അന്തേവാസികൾക്കായാണ് ലൈബ്രറി ഒരുക്കിയത്. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തെക്കേപ്പുറത്തെ 108 വർഷങ്ങൾ പിന്നിട്ട പരപ്പിൽ MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC ബാച്ചുകാർ സ്കൂളിലെ 36 ക്ലാസ് റൂമുകളിൽ ലൈബ്രറി സമർപ്പിച്ചതിനു ശേഷം നഗരത്തിലെ ഫ്രീ ബേർഡ്സ് ഷെൽട്ടർ ഹോം ഫോർ ബോയ്സിലെ അന്തേവാസികൾക്കായാണ് ലൈബ്രറി ഒരുക്കി നൽകിയത്. ഷെൽട്ടർ ഹോം, അഗതി മന്ദിരം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ വായനാശീലം വളർത്തുന്നതിന് വേവ്സ് നടത്തിവരുന്നതാണ് ലൈബ്രറി പ്രൊജക്ട്. വേവ്സ് പ്രസിഡന്റ് CEV അബ്ദുൽ ഗഫൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മേയർ ഒ സദാശിവൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ ഒരു വാക്കില്ലേ, കവിയുടെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന പോലെ വായിച്ച് വളരുന്നവർക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് മനസ്സ് കൊടുക്കുന്നുണ്ട്, ശരീരം കൊടുക്കുന്നുണ്ട്, ചിന്ത അതിനനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ ആ വിധത്തിൽ ഇന്നും വായനയ്ക്ക് പ്രസക്തി ഏറെ ഉള്ളൊരു കാലത്ത് ഇങ്ങനെയുള്ളൊരു ദൗത്യം സുപ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് ഈ ലൈബ്രറി സജ്ജീകരിച്ച നിങ്ങളെ ഏവരെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. വെള്ളിമാടുകുന്ന് ആശാഭവൻ ഫോർ മെൻസ് സൂപ്രണ്ട് ഡോക്ടർ M ഐശ്വര്യ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ലൈബ്രറി പ്രോജക്ട് കൺവീനർ AB റഷീദ് അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷെൽട്ടർ ഹോം കോർഡിനേറ്റർ പ്രവീൺ കുമാർ, ജനറൽ സെക്രട്ടറി KV ഇസ്ഹാഖ്, വൈസ് പ്രസിഡന്റ് T ഹാരിസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി പയ്യോളി ഗ്രീനിംഗ് പയ്യോളി പദ്ധതിക്ക് തുടക്കമിട്ടു. നഗരസഭാ ചെയർപേഴ്സൺ N താഹിറ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യോളി നഗരസഭയ്ക്ക് കീഴിൽ പരിസ്ഥിതി പയ്യോളിയുടെ സഹകരണത്തോടെ ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് ആണ് ഗ്രീനിംഗ് പയ്യോളി പദ്ധതി നടപ്പിലാക്കുന്നത്. മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, അവക്കാഡോ, പേരക്ക, സപ്പോട്ട തുടങ്ങിയ നാടൻ ഫലവൃക്ഷ തൈകളാണ് നടുക. നഗരസഭയിലെ വീടുകളിലേക്ക് ഒരു സംഘം വന്ന് കുഴിയെടുത്ത് വൃക്ഷത്തൈ നട്ട് മണ്ണ് മൂടി ആദ്യ നനച്ചു പോകും. വീട്ടുടമ പിന്നീട് ആ തൈ നനച്ച് സംരക്ഷിച്ചാൽ മതി. ഇങ്ങനെ ഒരു സംഘം ഒരു ദിവസം 30 മുതൽ 45 വരെ വീട്ടുവളപ്പിൽ വൃക്ഷത്തൈകൾ നടും. തൈ നടുന്ന വീട്ടിലെ ഗൃഹനാഥനെ വൃക്ഷത്തൈയുടെ ഉടമയായും 2 കുടുംബാംഗങ്ങളെ സംരക്ഷകരായും കരുതി അവരുടെ ഫോൺ നമ്പറുകൾ ഇവർ ശേഖരിക്കും. ആവശ്യമായ ഫോളോ അപ്പ് നടത്തുകയും ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സന്റെ വീട്ടുവളപ്പിൽ നടന്നു. അവക്കാഡോ തൈ ഏറ്റുവാങ്ങിക്കൊണ്ട് ചെയർപേഴ്സൺ N താഹിറ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി പയ്യോളി പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ട്രിബ്യൂട്ട് കോർഡിനേറ്റർ M റസീല പദ്ധതി വിശദീകരിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P കുഞ്ഞാമു ഹരിത സന്ദേശം നൽകി. വാർഡ് കൗൺസിലർമാരായ നിഷ ഗിരീഷ്, MT നിഹാൽ, PV നിതീഷ്, പരിസ്ഥിതി പയ്യോളി സെക്രട്ടറി വിജയൻ പെരിങ്ങാട്, രാജൻ കൊളാവിപ്പാലം തുടങ്ങിയവരും സംസാരിച്ചു. പ്രദീപ് കണിയാറിക്കൽ പരിസ്ഥിതി കവിത ചൊല്ലി. ആദ്യ ദിവസം 40 വീട്ടുവളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു. വരും ദിവസങ്ങളിലും ഒന്നിലേറെ സംഘങ്ങൾ ചേർന്ന് വൃക്ഷത്തൈകൾ നടും. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ലഹരി വ്യാപനത്തിനെതിരെ ചിത്രമതിൽ തീർത്ത് ഓക്ക് മാനാഞ്ചിറയ്ക്ക് സമീപമാണ് ഇവർ ചിത്രമതിൽ തീർത്തത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും ലഹരി വ്യാപനത്തിനുമെതിരെ പരസ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ സഹകരണത്തോടെ മാനാഞ്ചിറയ്ക്ക് സമീപം ലഹരി വിരുദ്ധ ചിത്രരചനയും ബോധവൽക്കരണ സന്ദേശ രചനയും നടത്തി. നഗരത്തിലെ 30ഓളം ചിത്രകാരന്മാർ ചിത്രരചനയിൽ പങ്കെടുത്തു. മുരളി ബേപ്പൂർ, ദിനേശ് KT, കബീർ ദാസ്, സുധി എരഞ്ഞിപ്പാലം, ഗുരുകുലം ബാബു, സലീം പോപ്പുലാരിറ്റി, സുനിൽ ലയം, മഹീന്ദ്രൻ, ബാബു കക്കോടി, ഷമീർ മക്കട, ഉണ്ണി മാളിക്കടവ്, മദൻ മോഹൻ അമ്പാട്ട്, ബിജോയ് ചന്ദ്രൻ, സജിത് കുമാർ P, V ഗോപകുമാർ എന്നിവർ ചിത്രമതിലിന് നേതൃത്വം നൽകി. മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരായി കുട്ടികളിലും രക്ഷിതാക്കളിലും അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കലാലയങ്ങളിലൊക്കെ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയേറെ രൂക്ഷമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു പരസ്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ്, കുട്ടികൾക്ക് ഇതിനെതിരായിട്ടുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട തെരുവോരങ്ങളിലൊക്കെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു ക്യാമ്പയിനായിട്ട് മാറ്റി എടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മദൻ മോഹൻ അമ്പാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓക് സംസ്ഥാന പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷത വഹിച്ചു. ദിനേശ് കെ ടി, കബീർ ദാസ്, സലീം പോപ്പുലാരിറ്റി, സുനിൽ ലയം, ബിജോയ് ചന്ദ്രൻ, സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഉണ്ണി മാളിക്കടവ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രി ലയിക്കുന്നതിന് സഹകരണ വകുപ്പ് അനുമതി നൽകിയതായി ജില്ലാ സഹകരണ ആശുപത്രി അധികൃതർ. തലക്കുളത്തൂരിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബ് യാഥാർത്ഥ്യമാക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്നും അവർ പറഞ്ഞു. തലക്കുളത്തൂരിൽ 50 കോടി രൂപ വിലമതിക്കുന്ന 7.6 ഏക്കർ സ്ഥലവും നഗരമധ്യത്തിലെ ആശുപത്രി കെട്ടിടവും ചെറുവണ്ണൂരിലും പാളയത്തുമുള്ള സബ് സെന്ററുകളും ലേനത്തോടെ ജില്ലാ സഹകരണ ആശുപത്രിയുടേതാകും. നിലവിലുള്ള ഹോമിയോ ആശുപത്രി തനിമ നിലനിർത്തി ആശുപത്രിയുടെ പ്രത്യേക യൂണിറ്റായി പ്രവർത്തിക്കും. തലക്കുളത്തൂരിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ അംഗീകൃത കോഴ്സുകളും ഉൾപ്പെടുത്തി മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബ് യാഥാർത്ഥ്യമാക്കുമെന്നും സഹകരണ ആശുപത്രി CEO AV സന്തോഷും പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫും അറിയിച്ചു. ഡിമാൻഡുകൾ ഉണ്ടാകുന്ന കോഴ്സുകളിൽ പലതും ഈ പാരാമെഡിക്കൽ, നഴ്സിംഗ് മേഖലയിലെ കോഴ്സുകളാണ്. അത്തരം കോഴ്സുകൾ നടത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനമില്ല. ഈ ഒരു ലേലം സാധ്യമാക്കുന്നത് ഇത്തരം കോഴ്സുകൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50 സീറ്റുള്ള KDCH കോളേജ് ഓഫ് നഴ്സിംഗിന് സംസ്ഥാന സർക്കാർ അംഗീകാരം ലഭിച്ചതായും സാരഥികൾ പറഞ്ഞു. 2 ആശുപത്രികളുടെയും തനിമ നിലനിർത്തി പ്രവർത്തനം വിപുലപ്പെടുത്തുക, ജില്ലയുടെ ഉൾപ്രദേശങ്ങളിൽ മെഡിക്കൽ സേവനമെത്തിക്കുക, കൂടുതൽ സ്പെഷ്യാലിറ്റി യൂണിറ്റുകൾ തുടങ്ങുക, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എന്നിവയാണ് ലേലം വഴി സാധ്യമാകുക. ലേന പ്രഖ്യാപനവും A ക്ലാസ് അംഗങ്ങളുടെയും സഹകാരികളുടെയും സംഗമവും ജൂൺ ആദ്യവാരം ചേരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗമായ അമൻ അലി ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയാണ് നടന്നത്. അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. അരക്കിണർ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷന്റെ 12ാം വാർഷികാഘോഷ പരിപാടികൾ അരക്കിണർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ശാരീരിക വൈകല്യത്തെ അതിജീവിച്ച് എവറസ്റ്റ് കീഴടക്കിയ റെസിഡൻസ് അംഗം അമൻ അലി ഉദ്ഘാടനം ചെയ്തു. നക്ഷത്ര പ്രസിഡന്റ് മോഹനൻ മലർക്കാവിൽ അധ്യക്ഷനായിരുന്നു. മാറാട് പോലീസ് സ്റ്റേഷൻ SHO റിൻസെം ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. 51ാം ഡിവിഷൻ കൗൺസിലർ സുരേശൻ കൊല്ലരത്ത്, 54ാം ഡിവിഷൻ കൗൺസിലർ E അനിതകുമാരി എന്നിവർ സംസാരിച്ചു. വിപിൻ K, അൽഷിഫ് സലാം, ശ്രേയ ബാബു, ശ്യാംജിത്ത് എന്നിവരെ ആദരിച്ചു. മോഹൻദാസ്, CV ശിവദാസ്, ഫൈസൽ, K മുഹമ്മദ് കോയ, അബ്ദുറഹിമാൻ കുട്ടി, റഫീഖ് VP എന്നിവരും സന്നിഹിതരായി. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. നക്ഷത്ര റെസിഡൻസ് ജോയിന്റ് സെക്രട്ടറി സ്നേഹപ്രകാശ് VP, രഞ്ജിത്ത് C തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ MRDF മിൽക്ക് ബട്ടൂര വിപണിയിലിറക്കി. പെരിങ്ങളത്ത് നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി KS മണി പുതിയ ഉൽപ്പന്നം പുറത്തിറക്കി. മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ മിൽക്ക് ബട്ടൂര വിപണിയിലിറക്കി.
പെരിങ്ങളത്തെ MRDF അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാനും MRDF മാനേജിംഗ് ട്രസ്റ്റിയുമായ KS മണി MRDF ട്രസ്റ്റി PP സത്യന് നൽകി മിൽക്ക് പട്ടൂര വിപണിയിലിറക്കി. ചടങ്ങിൽ മലബാർ മിൽമ ഡയറക്ടർ P ശ്രീനിവാസൻ, MRDF ട്രസ്റ്റി സുജാത, CEO ജോർജ് കുട്ടി ജേക്കബ്, മിൽമ സീനിയർ ഡയറി മാനേജർ മാത്യു വർഗീസ്, മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് PR, ഫിനാൻസ് മാനേജർ ജയനാരായണൻ VP എന്നിവർ സംസാരിച്ചു. മിൽമ പാൽ ചേർത്ത് നിർമ്മിക്കുന്ന 10 ബട്ടൂരകൾ അടങ്ങിയ പാക്കറ്റിന് 55 രൂപയാണ് വില. മിൽമ പാർലറുകൾ, ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ലഭ്യമാകും. പാക്കറ്റിൽ ലഭിക്കുന്ന ബട്ടൂര തിളച്ച വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മാത്രം മതി. അടുത്തിടെ പുറത്തിറക്കിയ ഗീ ഉപ്പുമാവ്, ബട്ടർ ഇടിയപ്പം, ഗീ ചപ്പാത്തി, പുളിശ്ശേരി, പാലടപ്പായസം, റെഡി ടു കുക്ക് വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം വിപണിയിൽ ഏറെ പ്രിയങ്കരമായിട്ടുണ്ട്. മിൽമ പുറത്തിറക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അവ ജനപ്രിയമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മിൽമ ഫുഡ് ഡിവിഷൻ രൂപവൽക്കരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ നാദാപുരം ചിക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാറക്കടവിൽ പാളവണ്ടി വലിച്ച് പ്രതിഷേധിച്ചു. ചിക്കാട് റോഡിൽ നിന്നും കവുങ്ങിൻപാളയിൽ ആളെ ഇരുത്തി പാറക്കടവ് ടൗണിൽ പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CP അഖിൽ അധ്യക്ഷനായ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിൽ ആഹ്ലാദാരവങ്ങളുമായി കാട്ടിലെ പീടിക ജനകീയ സമരസമിതി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചത് UDF RSS ബന്ധത്തിന്റെ വിളംബരമെന്ന് നാഷണൽ ലീഗ്. സാമൂഹ്യ പ്രതിബദ്ധതയും അർപ്പണബോധവുമുള്ള സംഘടനയാണ് KSSPU എന്ന മേയർ O സദാശിവൻ. ക്ഷേത്രഭരണം രാഷ്ട്രീയ മുക്തമാക്കി ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.